അപ്പൊ ഈശോ ഈ 12 പേരോട് പറഞ്ഞു, അവർ ലോകം മുഴുവൻ പറഞ്ഞു. അങ്ങനെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ആളാണ് തോമാസ് ലീഹ. ഓക്കെ, അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ദൂരം യാത്രയുണ്ട്. അതുകൊണ്ട് അവർ കുറിയിടുമായിരുന്നു, ആരും പോകും, നമുക്കും അവനോട് പോയി മരിക്കാമെന്ന് പറഞ്ഞ പാർട്ടിക്ക് ഇന്ത്യക്ക് വരാൻ. അതുകൊണ്ടാണ് തോമാസ് ലീഹ അവിടെ ഇല്ലായിരുന്നല്ലോ ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? പല രീതിയിലാണ് പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പോയി വിങ്ങി പൊട്ടി കരയുകയായിരുന്നു. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. യഹൂദർക്കുള്ള ഭയ നിമിത്തം ബാക്കിയുള്ള കഥ അടച്ച് വിട്ടിരിക്കുക. പക്ഷെ പുള്ളി അദ്ദേഹം പുറത്തിറങ്ങി നടന്നു എന്ന് പറഞ്ഞു. പുള്ളി ധൈര്യമായിരുന്നു, അങ്ങനെയും പറയാം. എന്തായാലും എന്തുകൊണ്ട് പുള്ളി പുറത്തോട്ട് പോയി എന്നുള്ളത് പഠിച്ച് വ്യക്തമായിരുന്നു. പക്ഷെ എന്നാൽ ഇന്ത്യയിലേക്ക് അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. AD 52 അദ്ദേഹം കപ്പലിറങ്ങുന്നത്. അതുകൊണ്ട് മാർത്തോമ നസ്രാണി സഭ എന്ന സഭ അറിയപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു ശ്ലൈഹിക സഭയാണ്. എന്താണ്? ഈശോയുടെ ഒരു അപ്പസ്തോലിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഭയും ഈ ലോക ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. നമ്മുടെ 24 സഭയുടെ പേര് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഏത് സഭയുടെ പേര് പറഞ്ഞു? ഏതെങ്കിലും ഒരു ശിഷ്യന്റെ പേര് വെച്ച ഒരു സഭ ഉണ്ടെങ്കിൽ എന്നോട് പറയാമോ? പത്രോസിന്റെ സഭ എന്ന സഭയില്ല. റോമൻ കാത്തലിക് ചർച്ച് ഉണ്ട്, ലത്തീൻ സഭ. പത്രോസിന്റെ സഭ എന്ന സഭ മനസ്സിലാകുന്നില്ല. മാർത്തോമ നസ്രാണി സഭ. അപ്പൊ ഇങ്ങനെ ഒരു സഭ നമ്മുടെ സഭാചരിത്രം മുഴുവൻ പഠിക്കുമ്പം ഒരു സഭയും ഈശോയുടെ ഒരു അപ്പസ്തോലിന്റെ പേരിൽ അറിയപ്പെട്ടിട്ടേ ഇല്ല നമ്മുടെ ഇന്ത്യയിലെ ഈ സഭ അല്ലാതെ ഒരു സഭയും. അങ്ങനെ 16-ാം നൂറ്റാണ്ട് വരെ ഈ സഭ അറിയപ്പെട്ടിരുന്നത് തോമാസ് ലീഹ എന്ന അപ്പസ്തോലിന്റെ പേരിലായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹമാണ് ഈ സഭ, അദ്ദേഹമാണ് അങ്ങനെ സഭ സ്ഥാപിച്ചതെന്നതിനെ കുറിച്ച് ടെലിവിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അല്ലെന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടുണ്ടാവും, ഇല്ലേ? അപ്പൊ അവർക്കുള്ള ഉത്തരമായിട്ടാണ് ആദ്യത്തെ നമ്മുടെ ഒരു സെക്ഷൻ പോകുന്നത്. എന്തുകൊണ്ട് നമ്മൾ പറയുന്നു തോമാസ് ലീഹ സഭ സ്ഥാപിച്ചത് എന്ന്? ഇക്കാര്യം നിങ്ങൾ 1-2 പേര് ചുമ്മാ പറഞ്ഞു നോക്കൂ, അവർ അത് കിട്ടുമെന്ന് നോക്കാം, അല്ലെ? അതിന് നമുക്ക് ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അത് പഠിക്കേണ്ടി വരും. ഇങ്ങനെ പഠിക്കേണ്ടി വരും. തോമാസ് ലീഹ ആണ് ഭാരതത്തിൽ സഭ സ്ഥാപിച്ചതിന് തെളിവുകൾ എന്താ? ഞാൻ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് തിരുവാങ്കോട് എന്നൊരു സ്ഥലത്ത് പോയി. സ്ഥലത്തൊരു പള്ളിയുണ്ടെന്ന് അറിയാവോ? അത് നാഗർകോവിലിനടുത്തുള്ളൊരു, നമുക്ക് അരപ്പള്ളിന്ന് കേട്ടുണ്ടോ? അരപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ അരപ്പള്ളി, 7 പള്ളി. അപ്പൊ ഈ അരപ്പള്ളി എന്തോ പകുതി പണിതിട്ട് കൂടി ഈ അരച്ചൻ, അരയൻ എന്നൊക്കെ പറഞ്ഞാൽ തമിഴില്, മലയാളത്തിൽ അരജൻ എന്ന് പറഞ്ഞാൽ രാജാവ്, അരച്ചൻ. അരജൻ രാജാവ്, അരയൻ രാജാവ് തമിഴിൽ. അതിനകത്ത് പല അർത്ഥങ്ങൾ. ഞാൻ ആ പള്ളിയിൽ ചെന്ന് 63 AD പള്ളി പണിതിരിക്കുന്നത്. ഈ പള്ളിയിൽ ഒരു കിണറുണ്ട്, അത്ഭുത കിണർ. എപ്പോഴും ആ കിണറിന്റെ വെള്ളം ഒരു ലെവലായിരിക്കും, ലെവല് താഴുകയോ പൊങ്ങുകയില്ല. അതാണ് ആ കിണർ, അത്ഭുത കിണർ എഴുതി വെച്ചത്. ഈ AD 63 ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളിയായിട്ടാണ് അറിയപ്പെടുന്നത്. കൊച്ചു പള്ളിയാണ്. അത് നാഗർകോവിലിനടുത്തുള്ള സ്ഥലത്താണ്, മഞ്ചാലുമൂട് എന്ന സ്ഥലത്ത് അല്പം യാത്ര ചെയ്ത സ്ഥലത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ തോമാസ് ലീഹ അരപ്പള്ളി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരും കൊടുത്ത സ്ഥലത്ത് പണിത പള്ളി എന്ന് പറയാം. രാജാക്കന്മാരും തോമാസ് ലീഹയും ചേർന്ന് പണിത പള്ളി എന്ന അർത്ഥത്തിലാണ്. അല്ല പകുതി ഉള്ള പള്ളി എന്നുള്ള അല്ല കേട്ടോ, എനിക്ക് നമുക്ക് വരണ്ട. അപ്പൊ തോമാസ് ലീഹയാണ് സഭ സ്ഥാപിച്ചതിന്റെ തെളിവുകൾ. ഒന്നാമത്തെ ഒരു പോയിന്റ്. അപ്പൊ നമ്മളിത് പോയിന്റായിട്ട് പഠിച്ചാൽ തലച്ചോറിൽ അല്ലെങ്കിൽ ഉമ്മ വല്ലതും പറഞ്ഞാൽ എൻ്റെ ഒരു ചുമ്മാ. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ തോമാസ് ലീഹയ്ക്ക് ഇവിടെ വരാൻ സാധിക്കുമായിരുന്നു ഭൗതികമായ ഒരു സാധ്യത, ഒരു ഫിസിക്കൽ പോസിബിലിറ്റി എന്ന് പറയാം. ശാരീരിക അല്ലെങ്കിൽ ഫിസിക്കൽ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് അല്ലെങ്കിൽ ഭൗതികമായിട്ട് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ സാധിക്കുമായിരുന്നു എന്നൊരു ചോദ്യം, അല്ലേ? ഒരാൾ ചോദിക്കുകയാണ് 1-ാം നൂറ്റാണ്ടിൽ അങ്ങനെ പാലസ്തീനായി ഒരാൾ എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചാൽ സാധ്യമായിരുന്നു. കാരണം 10 BC മുതൽ ഇസ്രായേൽക്കാരുമായിട്ടും കേരളത്തിന് ബന്ധമുണ്ട്, വാണിജ്യ ബന്ധമുണ്ട്. നിങ്ങൾ ഇപ്പോഴും മട്ടാഞ്ചേരി ചെന്നാൽ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് കാണാൻ കഴിയും. അത് 10 BC തൊട്ടാണ് ജ്യൂസുമായിട്ടുള്ള ബന്ധം. ഈ യഹൂദന്മാര് ലോകത്തിലെ ഏറ്റവും ചിതറിക്കപ്പെട്ട വംശമാണ്. ലോകത്തിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകളും ബുദ്ധിയുള്ള ആളുകളും യഹൂദരാണ്. ഒക്കെയാണ് സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട് യഹൂദൻ. പക്ഷെ അവർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചിതറിക്കപ്പെട്ടു 4.2 ബില്യൺ ആളുകൾ ചിതറിക്കപ്പെട്ടു.
ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.